പ്രിയപ്പെട്ട എം.കോം പഠിതാക്കളെ, ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ എം.കോം പഠിതാക്കൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്ന നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നല്ല. എന്നാൽ നിങ്ങൾക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എം.കോം പഠിക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റിൻ്റെയും മെറ്റീരിയൽസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഞാനിത് തരുന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, പക്ഷേ നമ്മുടെ പല ഗ്രൂപ്പുകളിലും ഇത് വന്ന് കിടക്കുന്നതും പല ഷെയറബിൾ ആയിട്ടൊക്കെ വന്ന് കിടക്കുന്ന നോട്ടുകളാണ്. പക്ഷേ നമുക്ക് എക്സാമിൻ്റെ സമയത്ത് എവിടെ നിന്ന് നോക്കിയാലും ചിലപ്പോൾ കിട്ടൂല, അത് മിസ്സായി പോയിട്ടുണ്ടാകും. വാട്സപ്പ് കുറേ കാര്യങ്ങളെ കൊണ്ടൊക്കെ നമുക്കത് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രക്കാർക്ക് അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഏത് സമയത്തും ആക്സസിബിൾ ആവുന്ന രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന രൂപത്തിൽ എന്ത് ചെയ്താണ് ഞാനത് സെറ്റ് ചെയ്തിട്ട് ഞാനത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കിട്ടുക എന്നുള്ളത് വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട്. മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ഇവിടുന്ന് കിട്ടും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് ഉപയോഗിക്കാനും പ്രിൻ്റ് എടുക്കാനൊക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് നോട്ട്സ് ഏതൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. ഒന്ന് മാനേജറിയൽ എക്കണോമിക്സ് ആണ് അല്ലേ, MCO 21 ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിലവിലുള്ള അപ്ഡേറ്റ് പ്രകാരം ചെയ്തിട്ടുള്ള ഒരു നോട്ടാണിത്. സന്തോഷ് സാറിൻ്റെ ക്ലാസ്സാണ്. ഏകദേശം അദ്ദേഹത്തിൻ്റെ നോട്ടുകൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പല വിദ്യാർത്ഥികളും ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് കേട്ടിട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ള എക്സാമിന് പഠിച്ചിട്ടുള്ളതും ജയിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് വലിയൊരു കടപ്പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നോട്ടുകളാണ് ഇതിൽ കൂടുതലായിട്ടും വന്ന് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. പിന്നെ ഏതെങ്കിലും നിങ്ങളെ കയ്യിൽ നോട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ വരുന്ന വിദ്യാർത്ഥികൾക്ക്, വരുന്ന തലമുറയിൽ പഠിക്കുന്ന ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എം.കോം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് യൂസ്ഫുൾ ആവുന്ന വല്ല നോട്ടുകളും അല്ലെങ്കിൽ വല്ല മെറ്റീരിയൽസും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നമുക്കതും അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കിട്ടുന്ന രൂപത്തിൽ ആക്സസിബിൾ ആവുന്ന രൂപത്തിൽ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത്തരക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. നമുക്ക് ഒരു പബ്ലിക് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ഈ നോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ എം.കോമുമായി ബന്ധപ്പെട്ടുള്ള എന്ത് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിലും അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നിങ്ങൾക്ക് തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെയുമായിട്ട് അത് കോൺടാക്ട് ചെയ്യണം. ഓക്കെ, അതേപോലെ അടുത്ത നോട്ട് 3 നോട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം. പിന്നെ ഇന്ത്യ ഫോറിൻ ട്രേഡ് MCO 5 അല്ലേ, MCO 15, പിന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് MCO 15ൻ്റെ മറ്റൊരു നോട്ടാണിത്. MCO 05 ഇത് രണ്ടും സെയിം തന്നെയാണ്. പിന്നെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അല്ലേ, MCO 07 ഈ നോട്ടൊക്കെ അല്ലേ. ഇതൊക്കെ നല്ല പേജ് വരുന്നുണ്ട്. ഏകദേശം 46ഓളം പേജുകൾ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ MCO 06 മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ നോട്ട്, ഇതും എന്ത് ചെയ്തിട്ടുണ്ട് 41ഓളം പേജ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ MCO 6ലെ വേറൊരു പേജ് അല്ലേ, ഇതിൽ ഹെഡിങ് ഇങ്ങനെ ഫ്രണ്ട് പേജ് കാര്യങ്ങളൊന്നുമില്ല. സന്തോഷ് സാറ നോട്ട് തന്നെയാണുള്ളത്. പ്രധാനപ്പെട്ട ഓരോ ചാപ്റ്ററിൻ്റെ എക്സാം വേസർ മാത്രമായിട്ട് ചെയ്തിട്ടുള്ളൊരു PDF ആണിത്. ഇതും അതിൽ അവൈലബിൾ ആണ്. MCO 05 അല്ലേ, ഇതാണ് അക്കൗണ്ടിങ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസ് അല്ലേ, നമ്മുടെ മാനേജീരിയൽ ഡിസിഷൻസ് 40 പേജിൻ്റെ അടുത്ത് ഏകദേശം വരുന്നുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ കവർ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. ഇഗ്നോയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് പ്രധാനപ്പെട്ട ആദ്യത്തെ 4-5 ചാപ്റ്റർ എന്നാണ് മെയിനായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത്. കുട്ടികൾ അത് പ്രത്യേകം നോക്കി പോവാം കേട്ടോ. പിന്നെ MCO 4 ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു നോട്ടാണ്. നല്ല രൂപത്തിൽ ഏതോ ഒരു ടീച്ചർ അല്ലെങ്കിൽ ആരോ ചെയ്തൊരു നോട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് വരുന്നുണ്ട്. ഇത് ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ബിസിനസ് എൻവറോൺമെൻറ്റ് എന്ന് പറഞ്ഞ് MCO 04 വളരെ ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് ഈ മാം എന്ത് ചെയ്തിട്ടുള്ള നോട്ട് ഇവിടെ തയ്യാറാക്കിയത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ MCO 01 അല്ലേ, തിയറി, ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ബിഹേവിയർ, ഇതും എന്ത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്തി ഉള്ളൊരു നോട്ട്, ഒരു ടെക്സ്റ്റ് തന്നെയാണ്. 20 അത്യാവശ്യം പേജ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഇത്. അതിൻ്റെ വേറെ MCO 01ൻ്റെ തന്നെ വേറൊരു വേർഷൻ വേറെ ആരോ ചെയ്തിട്ടുള്ളൊരു PDF ഫയൽ ഇതോടൊപ്പം ഉണ്ട്. MCO 03 അല്ലേ, ഇതിലേതൊക്കെയാണ് റിസർച്ച് മെത്തഡോളജി സ്റ്റാറ്റിക്കൽ അനലൈസിസ് അല്ലേ, ഇതും ഇതിനകത്ത് സന്തോഷ് സാറ ക്ലാസ് തന്നെയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് അതിനകത്തുണ്ട്. ഓക്കെ, ഇതെങ്ങനെ കിട്ടുക എന്നുള്ളത് എന്ത് ചെയ്യുക, ഈ വീടിൻ്റെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് മാനേജീരിയൽ ആപ്ലിക്കേഷൻ അല്ലേ, എം.കോം പഠിതാക്കൾക്ക് പഠിക്കാനുള്ള QTയുടെ പേപ്പറാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് QTയിൽ പല വിദ്യാർത്ഥികളും ഫെയിലായി പോവാറുണ്ട്. അപ്പോൾ അത്തരക്കാർക്ക് വളരെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ളൊരു നോട്ടാണിത്. ഓക്കെ, പിന്നെ IBO നമുക്ക് സെമസ്റ്റർ 1 പഠിക്കാനുണ്ടായിരുന്നു അല്ലേ, IBO 06 അല്ലേ, M.Com സ്റ്റഡി മെറ്റീരിയൽ ഇൻ്റർനാഷണൽ ബിസിനസ് ഫൈനാൻസ്, ഇതിൻ്റെയുമായി ബന്ധപ്പെട്ടുള്ള നോട്ടുണ്ട്. അതേപോലെ MCO 23 സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, ഈ നോട്ടും ഇതിനകത്ത് എന്ത് ചെയ്യാണ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നോട്ടുകളൊക്കെ ഉപയോഗപ്പെടുത്തി പഠിക്കാവുന്നതാണ്. വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഓരോ നോട്ടും ഉപയോഗപ്പെടുത്തി പഠിക്കാം.
ഇതെങ്ങനെ കിട്ടാമെന്ന് ചോദിച്ചാൽ ടെലഗ്രാം എന്ന് പറയുന്ന ആപ്പിനകത്ത് ഞാൻ എന്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ടെലഗ്രാമിനകത്ത് ഒരു പബ്ലിക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്കത് അവിടുന്ന് ഷെയർ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും നിങ്ങളെ പർപ്പസിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും. എങ്ങനെയാണ് ടെലഗ്രാമിൽ കിട്ടുക എന്നുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ഞാനായിട്ട് ഇവിടെ കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ അങ്ങോട്ട് ആക്സസ് ചെയ്യാം കേട്ടോ. അഥവാറ്റ് ലിങ്ക് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ലിങ്ക് വർക്കബിൾ അല്ല എന്നുള്ളതൊക്കെ. അല്ലെങ്കിൽ നമ്മളെ ഒരു കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ എന്ത് ചെയ്യുക ഇവിടെ കൊടുക്കുക. ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ എവിടെയൊക്കെ ഉണ്ടാവും നമ്മുടെ നമ്പർ ഉണ്ടാവും. അതിനകത്ത് കോൺടാക്ട് ചെയ്താലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡ്രൈവ് ലിങ്ക് ഞാൻ ഇതോടൊപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനകത്ത് പോയാലും ഗൂഗിൾ ഡ്രൈവിൽ പോയാൽ ഒരു എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഞാൻ ഷെയർ ചെയ്യാം. അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ വരുന്ന തലമുറക്ക് കൊടുക്കാൻ വല്ല നോട്ട്സും നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചതോ പ്രിപ്പയർ ചെയ്തതോ അല്ല, ഇങ്ങനെ കുട്ടികൾക്ക് എക്സാമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന നോട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യണം. നമുക്ക് അതെന്ത് ചെയ്യുക, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, താങ്ക് യു. പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം.